അതെ, ഇന്ന് തുലാവർഷം തുടങ്ങി എന്ന് പറയാം. ശരിക്ക് കറക്റ്റ് 4 മണിയാണ് സമയം. 4 മണിയായിപ്പോൾ സ്കൂൾ വിടാറായി. ഭയങ്കര മഴ. അപ്പം മഴയത്ത് ഇങ്ങനെ ഇറങ്ങിയതാ ഈ പ്രാവശ്യത്തെ തുലാവർഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ചാർലിനെയും ഇമ്രാനും ഇവിടെ കെട്ടി കിടന്നല്ലോ. ഇപ്പം എന്നെ ഇവിടെ നിന്ന് മാറ്റി കെട്ടിയല്ലോ. അല്ല, മോളിൽ നിന്ന് വെള്ളം വരുന്ന വരെ നോക്കിയേ. നമ്മൾ വളമിട്ടില്ലോ മറ്റേ ചെടികൾക്ക്, ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കും മാവിനും ഇതിനൊക്കെ വളമിട്ടില്ലോ. വളമിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പുല്ല് ചെത്തിയിട്ട്, ഇതിൻ്റെ കടക്കലത്തെ പുല്ല് ചെത്തിയിട്ട് അത് മാറ്റിയിട്ട് വളമിട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് വീതം പുല്ല് ഇട്ടു. അപ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു ആ പുല്ല് ഇനി കടക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളം പുല്ല് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് പുല്ലിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിന് പോലും പുല്ലിട്ടിട്ടില്ല. ബാക്കിയുള്ളതിനൊന്നും പുല്ലിട്ടില്ല. ഇത് വേണ്ട, ഇതിനൊന്നും പുല്ലിട്ടില്ല. കൊത്തി കളച്ചിട്ടേ ശരിക്കും പറഞ്ഞാണെങ്കിലേ ഈ മൈക്ക് വെച്ചായിരുന്നാ, അല്ലെങ്കിൽ ഞാൻ എന്താണെന്നറിയോ, ഈ മഴയത്ത് ഓടി നടക്കും. മഴ കൊള്ളാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും ഇത് ഇട്ടുണ്ട് കേട്ടോ. ഈ പ്ലാവേ അവർ നമുക്ക് തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 365 ദിവസം ചക്കി ഉണ്ടാവണ പ്ലാവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നത് കേട്ടോ. അപ്പോൾ നല്ല വലിപ്പായി. അപ്പോൾ ഞാൻ ഇത് ഇപ്പം ചക്കി ഉണ്ടായില്ല, ഇത്രയും കനം വെച്ചിട്ട് ചക്കി ഉണ്ടായില്ല. വിയറ്റ്നാമേറിലാണ് ഇതിന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയൊരു ചക്കി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ചില്ല വേണ്ട വെട്ടി കളഞ്ഞു, കംപ്ലീറ്റ് ഒതുക്കി. അപ്പോൾ നോക്കിയാൽ കൂമ്പിടുന്നുണ്ട്, ചക്കപ്പൊടി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നിറയെ ഇതിലുണ്ട്. ഇത് വലുതായി കഴിഞ്ഞില്ലേ, പ്ലാവ് വണ്ടനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദൂഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്കോസിന് തടസ്സമാണ്. അപ്പോൾ ഞാൻ പ്ലാവിന് ഒതുക്കി. ഇത് നമ്മുടെ വിയറ്റ്നാമേറിലാണ് കേട്ടോ. ആൾക്ക് ചക്ക ഉണ്ടായിരുന്നു വാങ്ങിച്ചു കൊടുത്തപ്പോൾ. ഇപ്പോൾ ചക്ക ഉണ്ടായില്ല, ഇപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വർഷകാലത്ത് നമ്മുടെ ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് നമ്മുടെ ഇത് കേട്ടോ. കേട്ടോ, ഇതിൽ നമ്മുടെ ഈ വേസ്റ്റ് തുണികളും ഒക്കെ ഇട്ട് കത്തിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര കോട്ടിയ മഴയുണ്ടെങ്കിലും നമുക്ക് നോ പ്രോബ്ലം. ഇതിന് മുകളിലൊരു കുഴൽ പിടിക്കില്ല. നമ്മൾ അന്ന് വെച്ചാൽ നേരെ വാഴയാണ് കേട്ടാ. വാഴ കൂമ്പ് തുടങ്ങി, കൂമ്പ് ഇട്ട് തുടങ്ങി. അപ്പോൾ ഒരു വാഴക്കൂട്ടം കിട്ടും നമുക്കിവിടെ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ചേച്ചി പുല്ല് വലിക്കുന്നുണ്ട്. പുല്ല് എന്ന് പറഞ്ഞാൽ കളപ്പുല്ലില്ലേ, കളപ്പുല്ല് വലിക്കുന്നുണ്ട്. ഇടിവെട്ടില്ലാത്ത കാരണമാണ് കേട്ടോ ഞാനിങ്ങോട്ട് ഇറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി നടക്കില്ല. ഇടിവെട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. ഈ കളപ്പുല്ലേ ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഈ പുല്ല് എങ്ങനെയാണ് നിങ്ങൾ ഇത്ര പച്ചപ്പിൽ നിർത്തുന്നതെന്ന്. അവരും ഇതുപോലെ ഈ പേൾ ഗ്രാസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ഇതാവാന്ന്, ഈ മഞ്ഞ കളർ വരാന്ന്. ഇതിന് എന്തൊരു വളം ചേർക്കണത്? ഇതിനൊരു വളം ചേർക്കണില്ല. ഇത് വെറുതെ. ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ട് നോക്കിയാൽ ഈ കളപ്പുല്ലില്ലേ, ഈ സാധനം വരെ കണ്ട ഒറിജിനൽ പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശരിക്കുള്ള പുല്ല് കേട്ടാ. അയ്യോ ആ ചേച്ചിക്ക് കണ്ട, ഈ പുല്ലാണ് ഒറിജിനൽ. കണ്ട, പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിങ്ങനത്തെ സാധനങ്ങളാണ് വരും. കണ്ട, ഈ പുല്ല് വരും. ഇതിപ്പോൾ പൂവ് കണ്ട, അല്ല പൂവല്ല, ഇതിൻ്റെ വിത്ത് കണ്ട. ഈ സാധനം കൊഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറഞ്ഞ് ഇപ്പം ഇടയിൽ കുറേ കയറി പിടിച്ചു. കാരണം ആ ചേച്ചി ആ പുല്ലുകളാണ് വലിക്കുന്നത്. കണ്ട, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തണം. നമ്മൾ ഒരു തുണ്ട് പുല്ല് ഇങ്ങനത്തെ കളപ്പുല്ലില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചാണ് മഴ നിന്നു കേട്ടോ. മഴ മാറിക്കഴിഞ്ഞു, പക്ഷേ മഴ പെയ്യും, നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുന്നേ ഒരു സാധനം കൂടി കാണിച്ചു, ഒരു അബദ്ധം പറ്റിയത് കാണിച്ചു തരണമല്ലോ. നമ്മൾ വെള്ളം ഇങ്ങനെ പോകാണ്ടിരിക്കാനായിട്ടേ കേട്ടോ, വെള്ളം ചെളി വെള്ളം ഇതിലെങ്ങനെ പോകാണ്ടിരിക്കാനായിട്ട് ഇവിടെ തിണ്ട് കെട്ടിയത്. അപ്പോൾ ഈ തിണ്ടിൻ്റെ നീളം നോക്കിയാൽ ഇവിടെ വരെ ആക്കിയപ്പോൾ ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കണ്ട, കലക്ക് വെള്ളം കണ്ട. അപ്പോൾ ചിലപ്പോൾ ഇത് കെട്ടിയത് ഇത് ഇത്രയ്ക്കും കൂടിയും ഇവിടെ വരെ എത്തിക്കേണ്ടി വരും തോന്നും. ഇവിടെ വരെ എത്തി കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങോട്ട് പോയുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു പഴം കൂടി, ഒരു 10 ശിയാരി കൂടി നീളത്തിൽ കെട്ടേണ്ടതായിരുന്നു. അത് അബദ്ധം പറ്റി.
ഇത് നമ്മുടെ ഈ അബിയുമേ കണ്ടമാനം പൂട്ടതായിരുന്നു തണ. കണ്ടമാനം പൂട്ടായിരുന്ന ഫസ്റ്റത്തെ തവണയായിരുന്നു 1, 2, 3 കായ പിടിച്ചിട്ടുണ്ട്. നോക്കി ആദ്യത്തെ തവണ കായ പിടിച്ചപ്പോൾ ഒരു വലുത് കണ്ട പിടിച്ചു പോകണ്ട, വലുതുണ്ടായിട്ടുണ്ട് ഇടിവെട്ടിൻ്റെ ലക്ഷണം. പക്ഷേ ചിലത് നോക്കിയാൽ കറുത്ത് കണ്ട കരി ഇങ്ങനെ ഇതായിട്ട് പോണു, കെട്ട് പോണു. ഞാൻ വിചാരിച്ചു കണ്ടമാനം ഉണ്ടാവുന്നു, അത്രയ്ക്കധികം പൂവുണ്ടായിരുന്നു. പക്ഷെ കുറഞ്ഞു. ഇനി ഇവിടെ മഴ പോയി, മഴ ചെറുതായിട്ട് തുള്ളുന്നുണ്ട്, ഭംഗിയായി വരുന്നു. ഇതൊക്കെ ഉയരം വെച്ച് തുടങ്ങി. ഇതുമ്പോൾ പൂക്കൾ കണ്ടില്ലേ, പാലപ്പൂ പോലത്തെ നല്ല ഭംഗിയുള്ള പൂക്കളായി. എല്ലാത്തിലും പൂക്കൾ വന്നു തുടങ്ങി. ഇതേ കൊങ്ങിണി പൂവ് പോലത്തെ പൂവ്. ഈ സാധനത്തിൻ്റെ പൂവ് നിറഞ്ഞു തുടങ്ങി. നമ്മൾ സൺഡേ മണ്ടേയാണ് ശരിക്കും പൂവിടാത്തത്. പക്ഷേ ചില ഇതിന് സൺഡേ മണ്ടേ ഇത് ഭയങ്കര ഭംഗിയാണ്. പക്ഷേ പൂവ് കണ്ട നോക്കിയേ, ചില പൂവുകൾ ആയിട്ടുള്ള കണ്ട. ആളുകൾ ചെടികളിലെ പൂവ് ഉണ്ടാവുന്നത് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടേ. പിന്നെ ഇടിവെട്ട് ഈ നീലപ്പൂ നോക്കിയാൽ വയലറ്റ് എന്തൊരു ഭംഗിയാണ് കണ്ട. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളത്തുള്ളിയിലാണ്ട് നിൽക്കുമ്പോൾ എന്ത് രസമാണ്. നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഈ സാധനം സരിത പറഞ്ഞത് വെട്ടി ഉണക്കി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഒക്കെ പിടിച്ചു നല്ല ഇതായി. നടുവിലത്തെ മാത്രം പറഞ്ഞാൽ ഉണങ്ങിപ്പോയി. ഒരു കുറ്റി കണ്ട ഇതിൻ്റെ അടിയിലത്തെ കണ്ട, ഇത് മാത്രം ഉണങ്ങിപ്പോയി, ബാക്കിയെല്ലാം ഭംഗിയായി. പിന്നെ ഇതുമിലത്തെ എന്നിട്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പേര് നാവിൽ. ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ചുവപ്പ് കളറില്ലേ, ആ കളറൊന്ന് പോയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ കുറച്ചാൾ കഴിഞ്ഞാൽ ശരിയാവും, അടിപൊളിയാവും. പിന്നെ ഇതൊക്കെ സാധാരണ പോലത്തെ ഒരു പൂവ് തന്നെ. പിന്നെ ഇതൊക്കെ ഉയർന്ന് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിവിടെ ഒരു ചെമ്പരത്തി നോക്കിയേ, നല്ല ഭംഗിയുള്ള ചെമ്പരത്തി. അകന്ന് നിൽക്കണ കാരണേ നല്ല ഇങ്ങനെ തിക്കുമുട്ടായിട്ടില്ലല്ലോ. ഇങ്ങനെ തിക്കുമുട്ടായിട്ടില്ലാത്ത കാരണം നമുക്കിവിടെ നല്ല രസമാണ് കാണാനായിട്ട്. വിശാലമായിട്ട് കിടന്ന് നടക്കാം. പിന്നെ പൂക്കളുള്ളത് ഈ സാധനമാണ് കേട്ടോ. ഇതുമ്പോൾ നിറച്ച് പൂക്കളുണ്ട്. ഈ കണ്ട ഈ കുഞ്ഞു സാധനത്തമ്മ കണ്ട, ഇഷ്ടം പോലെ പൂവ്. ഇതേ കണ്ട, ഇഷ്ടം പോലെ പൂവ്. ഇതുമ്മ കോഴികളെ ഞാൻ കുറച്ച് നേരത്തെ അഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൂട്ടിലാക്കി. പിന്നെ എന്താ പറയുക, കോഴികളോടെ ആയിക്കഴിഞ്ഞാലേ ഇവിടെ ആകെ ഈ വിറ്റുള്ള കാട്ടേക്ക് ചിക്കി മാന്തോരുകൾ. പിന്നെ ഇതുമ്മ പൂവുണ്ട്, ഒരു പൂവെന്ന് പറയാൻ പറ്റില്ല, ഒരു നമുക്ക് കാണാൻ പറ്റില്ല. കണ്ട നല്ല ഈ മരം നല്ല ഭംഗിയാണ്. അയ്യോ ഇടിവെട്ട്. ഞാൻ മഴ പെയ്യുമ്പോൾ നമ്മുടെ വീടും പരിസരവും ഭംഗിയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ മഴ നിന്നു. ഇനി മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് ഇറങ്ങാം. പിന്നെ ഇതിനൊക്കെ വളർത്തു കേട്ടോ. ഈ എല്ലാ ചെടികൾക്കും വളർത്തു അല്ല ഇത് മാവിനൊക്കെ വളർത്തു. ഇതിന് മാത്രം വളർട്ടില്ല, ഇതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കണം. ഇംഗ്ലീഷ് വളമല്ല, മറ്റേ ഈ വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ഒക്കെ ചേർത്തിട്ടുള്ള വെള്ളം. പിന്നെ എല്ലാത്തിനും വളർട്ടത്. ഇത് ഈ മാവിൻ്റെ കൊമ്പ്, ഈ സെൻറ്ററിലത്തെ മെയിൻ കൊമ്പ് ഒന്ന് ഉണങ്ങിപ്പോയി കണ്ട. എന്നിട്ട് കേടുവന്നറിയില്ല. പക്ഷേ ബാക്കിയുള്ള കൊമ്പുകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതും ഇവിടെ വിയറ്റ്നാം മേഖലയാണ്. ചക്കകൾ പൊടിയുന്നുണ്ട്, പൊട്ടുന്നുണ്ട്, പക്ഷേ ഒന്നും കാണാനില്ല. ആയി വരുന്നത് വിചാരിക്കുന്നു. ഇനി മഴ ഒന്ന് പെയ്യൂ, മഴയൊന്ന് പെയ്യട്ടെ. മഴ കഴിഞ്ഞിട്ടില്ല, മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. ചേട്ടൻ ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരാണ്. മഴയൊക്കെ കഴിഞ്ഞു, വിളക്ക് വയ്ക്കൽ കഴിഞ്ഞു, രാത്രിയായി അങ്ങനെയൊക്കെ പറയാൻ. പക്ഷെ മഴ മാറിയിട്ടില്ല, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അയ്യോ ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ എന്നെ ഒന്നും കാണില്ല. അപ്പൊ ഇത് വെക്കുമ്പോഴത്തായിരുന്നു ചേട്ടൻ്റെ കണ്ണാടി ചേട്ടാ, എൻ്റെ അല്ല. ഇതും കൂടി വെച്ചോ നീ, ബാക്കി പകുതി അവൻ്റെ തന്നെ. എന്നിട്ട്
പാചകം ചെയ്യുന്നത്. ഞങ്ങൾ ഒരേ വേഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മുട്ട മസാലയുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമാണ്, ജഗ്ഗുവിന്റെ കൂട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. 2 കണ്ണട വെച്ചിട്ട് നിൽക്കണ്. നീ പറയ്. ജഗ്ഗുവിന് ഊട്ടിയെ പോയി വന്നപ്പോ തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട്, ചെറുതായിട്ട് തൊണ്ടവേദന, അതുകൊണ്ട് ചൂടുവെള്ളം മാത്രം കുടിക്കണുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു ജോവിന് മാത്രം ഇഷ്ടമെന്ന്. അപ്പൊ അവര് എങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിച്ചപ്പോ ജഗ്ഗു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് റെസിപ്പി വരും ചാനലിൽ, അപ്പൊ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട് കേട്ടാ. അപ്പൊ ആ സാധനം വൈകുന്നേരത്തേക്ക് ചോറുണ്ട്, കൂട്ടാനില്ല. ഇവർക്ക് ചേട്ടന് ചോറുണ്ടാ, ജഗ്ഗുവിന് മാത്രമേ ചോറുണ്ടാവശ്യമുള്ളൂ. ഞാൻ പിന്നെ സലാഡ് ഉണ്ടാക്കും. അപ്പോൾ ആ മുട്ട മസാല ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് അത് ഉണ്ടാക്കാൻ പോണതല്ല, അപ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. ജഗ്ഗുവിന് മുട്ട പൊട്ടിക്കാനുള്ള പണി തരട്ടെ. കലക്കട്ടാ. ഒരു 5 മുട്ട എടുത്തിട്ട്, ചേട്ടൻ ചോറിനില്ലേ, അപ്പൊ ചേട്ടനും കൂടി ഉള്ളത് ഉണ്ടാക്കാം. ഇതിന് 5 കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചൊഴിച്ചോട്ടാ. തൊടിയിലിട്ടോട്ടാ. അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സാധനങ്ങൾ ഇനി ആവശ്യമുള്ളൂ കേട്ടാ. ആദ്യം തന്നെ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് മുട്ട നമ്മൾ കൊത്തിപ്പൊരിച്ച് അവിടെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ വേറെ പാത്രത്തിലാക്കാം. 2-3 പാത്രത്തിലാക്കണ്ടല്ലോ. അപ്പൊ ആദ്യം തന്നെ ആ പാത്രത്തിൽ മുട്ട ഇതിലേക്കുള്ള കൊത്തിപ്പൊരിച്ച് മാറ്റി വയ്ക്കണം. അതിനുള്ളതാണ് ഇപ്പൊ അവൻ അവിടെ ശരിയാക്കി കൊണ്ടിരിക്കണത്. അപ്പൊ ഇതിലേക്ക് ഒരു പേസ്റ്റ് അടിക്കണം. പേസ്റ്റിന് വേണ്ടിയിട്ട് 2 തക്കാളി, ഇത്രയ്ക്ക് വെളുത്തുള്ളി അല്ലി ഉണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയ്ക്ക് വേണ്ട കേട്ടാ, ഇഞ്ചി പേസ്റ്റ് അടിക്കും മണം കൂടും, ഇത്രയ്ക്ക് വേണ്ട. അപ്പം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടേ, ജഗ്ഗു അതിലേ ഉപ്പും മുളക് പൊടിക്ക് ഇടണം. ജഗ്ഗു അവിടെ 5 മുട്ട കഴിഞ്ഞു. ഒരു മിനിറ്റ് തരാം. ഇത്ര വെളുത്തുള്ളി അല്ലി എന്ന് പറയണത് ഇത് പകുതിയാട്ടാ, പകുതിയാണേ. ഇതിട്ടു. പിന്നെ ഇത്ര മതി ഇഞ്ചി കേട്ടാ. ഇഞ്ചി ഇത്രയ്ക്ക് ഇട്ടു. ഇത് പേസ്റ്റ് അടിക്കണം. അത് പേസ്റ്റ് അടിച്ചു, അതവിടെ ഇരിക്കട്ടെ. ഇതിൽ ജഗ്ഗു കലക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള, ഈ മുട്ടയിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും മുളക് പൊടി, പിന്നെ നമുക്ക് ഇഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ മസാലപ്പൊടിയാ, കുരുമുളക് പൊടിയാ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാട്ടാ. ഞാൻ ഉപ്പും മുളക് പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ. കുറച്ചിട്ടാൽ മതി, കാരണം ഇനി നമ്മൾ ഉണ്ടാക്കാൻ ഇതിലേക്ക് മസാല ഉണ്ടാക്കണേലൊക്കെ ഇതൊക്കെ ഇടും. എന്നാ കലക്കിക്കോ. കട്ട പിടിക്കും. അതല്ലേ സാറില്ല, കലക്ക്. പാത്രം വെച്ചു നമ്മൾ. നീ വെറുതെ ആ മുട്ട ആദ്യം തന്നെ കൊത്തിപ്പൊരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സബോള കേട്ടാ. അത് കനം കുറച്ചിട്ട് അരിഞ്ഞു വയ്ക്കാം. ഇത് വേഗം ആക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് പിന്നെ ഇനി വേറെ കൂട്ടാനൊന്നും വേണ്ട, ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറിനാം. പാത്രം ചൂടായി. നല്ല ഇടി വെട്ടല്ലേ ചേട്ടാ, കറണ്ട് പോവാവോ. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അല്ല എത്ര വട്ടം പറഞ്ഞു കൊത്തിപ്പൊരി ചേട്ടാ. ഈ സാധനം കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടുണ്ടെങ്കിലും കൊത്തിപ്പൊരിയാണോ അപ്പം ഉണ്ടാക്കിയതാണോ എന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? അന്ന് ഭയങ്കരായി. ഭയങ്കര ചൂടാ. ഞാൻ സിമ്മിലിട്ടുണ്ടായിരുന്ന ആവി പോണ കണ്ടോ.
ചേട്ടൊന്നും മിണ്ടാണ്ടിക്കും. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നും കുറയില്ല ചേട്ടാ. അതൊക്കെ ഓരോ വിശ്വാസങ്ങൾ. അതെ. വെറുതെ കൊത്തിപ്പിടിച്ചാൽ മതി. ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഉപ്പും ഒന്നും ഇടാണ്ട് വെറുതെ കൊത്തിപ്പിടിക്കാറുള്ളൂ. നമ്മൾ ഉണ്ടാക്കണ മസാലയിൽ അതിനനുസരിച്ച് ഇത്തിരി കൂടുതൽ ഉപ്പും ഒക്കെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് കൊത്തിപ്പൊരിച്ച് വെച്ചു. ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഈ പാത്രത്തിൽ തന്നെ മതി. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പൊട്ടൊന്നല്ല. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ആ സബോള ഇടുന്നു. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ചേട്ടന് ഓർമ്മ വരുന്ന പാട്ട് ഏതാണ്? മഴയേ അതാണോ? മഴയേ. ഇതെന്തത് ഇടയ്ക്കിടയ്ക്ക് ഓരോ കൈ ഇങ്ങനെ നീണ്ടു വരുന്നേ. നന്നായി രസമുണ്ടെന്നാ. എന്നാ പിന്നെ അത് പോരെ. ഇതെന്തിനു ഉണ്ടാക്കാം? ഇതിങ്ങനെ ഇങ്ങനെയായി വന്നു തുടങ്ങിയിട്ടാ, വാടി വന്നു തുടങ്ങി. അപ്പിലേക്ക് ഇനി പൊടികളൊക്കെ ഇടാം. കാശ്മീരി മുളക് പൊടി ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇടാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാം. അപ്പം അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ, അത് മൂത്ത് കഴിയുമ്പോഴേ, പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഈ പേസ്റ്റ് അടിച്ച് വെച്ചത് ഒഴിക്കുക കേട്ടോ. ഈ മസാലയിലേക്കുള്ള ഉപ്പിടാം. ഈ തക്കാളിയുടെ പച്ചമണം പോണ വരയ്ക്ക് വഴറ്റുക. ഇത് ശരിക്കും പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലത്തെ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അത് പോയില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പോട്ടാ. അതുകൊണ്ട് ആ പച്ചമണം പോകണം. ഇനി ഇതിലേക്ക് ആ കറണ്ട് പോയിട്ടാ. അതിൻ്റെ ഇടയിൽ ഇൻവെർട്ടറിൻ്റെ കത്തണ കുറച്ച് വെളിച്ചമുള്ളൂ ഇവിടെ ആകെ. ഇടിവിട്ട് കൂടി, മഴയും കൂടി. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ഇതിലേക്ക്. എന്തുണ്ണിയേ? എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേപ്പിൻ്റെ ഇല ഇടണം. അപ്പം ചേട്ടൻ പറഞ്ഞു വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോയില്ല എന്ന്. ഇടിമിന്നലുണ്ടല്ലോ ഇവിടെ. പൊട്ടിച്ച് തീർന്നോടന്ന് കഴിഞ്ഞു. ആ ഇതിലേക്ക് നമ്മൾ മുട്ട കൊത്തി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിടാം. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടാ. മല്ലിയില ഒന്നും പൊടിയില്ല. ഇത്രയുള്ള പരിപാടി. ഇതാണ് ഈ മുട്ട മസാല. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടതാട്ടാ. കഴിഞ്ഞ പരിപാടി. വേപ്പിൻ്റെ ഇല കൂടി ഉണ്ടെങ്കിൽ ഇത്തിരി ഭംഗിയായി തന്നെ ചേട്ടാ. വേണ്ട,
ഇടിമിന്നൽ ഭയങ്കര ഇടിമിന്നല്ല, കറണ്ട് പോയി. കഴിഞ്ഞൂട്ടാ, ഞാൻ തീ കെടുത്തി. ഇത്ര ഉള്ള ഇത് കൂട്ടി ചോറിനാം. നല്ല എരിവൊക്കെ ഉണ്ട് കണ്ട. മസാല ട്ടാ. പിന്നെ ചോറ് ഇട്ടരണ സരിതിന്ന് വിളമ്പിയ കൂട്ടി. ഇതിങ്ങനെ ഒരു ചെറുതായിട്ടൊരു കുഴമ്പ് പരുവത്തില്ല. അപ്പൊ അത് കൂട്ടി ചോറിൽ കൂട്ടി കുഴച്ചുണ്ണാ രസാ. അത് ചേട്ടന്റെ ഇത്ര ചോറ് മതിയാ? ആ, ഇത് അവസാനിപ്പിക്കണം കേട്ടാ. നമുക്ക് രണ്ടുപേർക്കുള്ളതാണ്. ചേട്ടനും കൂടി കറുപ്പ് ബനിയൻ ഇടാമായിരുന്നു. ഇവരല്ലേ പാചകക്കാര്. ഇത് ജഗുവിന്റെ കൂട്ടുകാരന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ. ഇതേ മസാലൻ്റെ ഇടയിൽ മുട്ട പുഴുങ്ങിയത് കഷ്ണാക്കി ഇടാം. പക്ഷെ അതിനേക്കാൾ രസം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൊത്തി പൊരിച്ചിട്ട് ഇടുമ്പോഴാ അല്ലേ? ഇത് ചോറും കൂട്ടി തിന്നാം, ചപ്പാത്തി കൂട്ടി തിന്നാം, എല്ലാത്തിനും കൂടെ. എരിവൊക്കെ പാകത്തിനാണ്, നല്ല ടേസ്റ്റാണ്.